ഹലോ ഗൈസ്, നമുക്കിന്ന് നമ്മളെ ഹോം ടൂർ എടുത്താലോ? അപ്പോൾ നമുക്ക് ഹോം ടൂർ നോക്കല്ലേ? എല്ലാവരും ഇങ്ങനെ പറയുന്നതിനോട് ഹോം ടൂർ എവിടെ എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹോം ടൂർ ഒന്ന് എടുക്കുക കേട്ടോ. അപ്പം എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ വീട് ഇതാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുൻഭാഗം ആദ്യം ഞാൻ എടുത്തുതരാം. ഇതാണ് വീട്. പിന്നെ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ കയറ് കേട്ടോ. ഇവിടെ അങ്ങനെ ചാവിട്ട് പൂട്ടല. കാരണം ഇവിടെ ഞങ്ങൾ തുറക്കുകയല്ല. ഇപ്പം മരിച്ചതിൻ്റെ ശേഷം അവിടെ തുറക്കുകയല്ല. എനിക്ക് പേടിയല്ലേ. പിന്നെ ഇതാണ് വീട്, കണ്ടല്ലേ? ഇനി നമുക്ക് ബേക്ക് ഭാഗം ഇവിടെ ഉണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു ആട്ടും കൂടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അയലുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ പെട്ടികൾ കുറച്ച് കാണും കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് മീൻ കച്ചവടമാണ്. പിന്നെ ഇതാണ്, ഇത് ഞങ്ങൾ ബേക്ക് ഭാഗമാട്ടോ. ബേക്ക് ഭാഗം ഇവിടെ പിന്നെ ഡ്രസ്സൊന്നും വെച്ചാൽ ആരും കാണില്ല. പിന്നെ അത് ഞങ്ങൾ ആട്ടും കൂടാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ആട്ടും കൂടാണ്. കണ്ടല്ലേ? ആട് ഇതിലില്ല. ആടിൻ്റെ വെള്ളം ഇത്. പിന്നെ ഇത് ഞങ്ങളെ ബാത്റൂം ഞങ്ങൾക്ക് ഉള്ളിൽ നിന്നാട്ടോ. ഉള്ളിൽ നിന്നല്ലേനി ആദ്യം, പുറത്തുനിന്നേനി. കാരണം ഇവിടെ ഇനി ഡോർ ഇട്ടു. ഞങ്ങളെ ബാത്റൂമിൻ്റെ ഡോറ് ഇവിടെ ഇനി ആദ്യം. പിന്നെ ഇപ്പം മരിച്ച് 5 ദിവസമായി എൻ്റെ ഉള്ളിലേക്കാക്കി ഡോറ്. കാരണം നമുക്ക് എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടി ഒക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം അതാണ് കേട്ടോ. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ. പിന്നെ ഇതൊരു അടുക്കള. ഇതാണ് ഞങ്ങൾ അടുക്കള കേട്ടോ. ഞങ്ങൾ അടുക്കളയാണിത്. അടല്ലേ? അടുക്കളൻ്റെ ബേക്ക് ഭാഗം ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ ഒരു വേസ്റ്റായിട്ടുള്ളിട്ടൊക്കെയാണ്. പിന്നെ അടുക്കള ഭാഗം. പിന്നെ ഇതുപോലത്തെ പെട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് ഞങ്ങൾ വെള്ളം എടുത്തേക്കാനൊക്കെ ഉപയോഗിക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു ഓപ്പണായൊരു സ്ഥലം കേട്ടോ. ഈ ഓപ്പണായ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങൾ അടുക്കള. ഞങ്ങൾ അടുക്കളയാണിത്. അതിട്ടിട്ടരാ. ഇതാണ് അടുക്കള, കണ്ടല്ലേ? ഇവിടെ ഇങ്ങനെ റേക്കുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ചപ്പാത്തിക്കല്ലാണ്. ഇത് അടുക്കള. ഇത് ചോറ്, മോരുകറിയൊക്കെ ഉണ്ടാക്കിയതാണ് അമ്മച്ചി ഉച്ചയ്ക്ക്. അപ്പം ഇത് അടുക്കളയാണ്. ഇനി ഇത് ഗ്യാസ്. അവിടെ പാത്രം കഴുകുന്ന സ്ഥലം, പാത്രം വെക്കുന്ന സ്ഥലം. ഇത് ഞങ്ങൾ ടേബിള്. പിന്നെ ഇവിടെ ഞങ്ങളപ്പ നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ഒരു കട്ടിലിന് പകരം ഇവിടെ ബെഞ്ച് വെക്കുന്നതിന് പകരം ഇങ്ങനെ ഇതുപോലെ ഒരു, കണ്ടില്ലേ, ഒരിതുണ്ടായി, അത് വെച്ചു. പിന്നെ അതിലൊക്കെ ഉപ്പും പഞ്ചസാരയൊക്കെ കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജ് അടുക്കളേൻ്റെ. പിന്നെ ആ ആൾമാരുടെ ഉള്ളിൽ സാധനങ്ങളൊക്കെ, മുളക്, മഞ്ഞൾ, അതിലൊക്കെ ഞങ്ങൾ അങ്ങനെ വെക്കൂട്ടോ. കാരണം എന്താ പറയുക, ഞങ്ങൾക്ക് ഇനി പെര പൊളിക്കണം എന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും കേട്ടോ. ഇങ്ങനെ ഇറങ്ങണ ഇവിടെ ഒരു ഓപ്പണായ സ്ഥലമാണ്, കണ്ടില്ലേ? ഇങ്ങനെയാണ്. ഇനി ഞാൻ കാണിച്ചു തരുന്നേ. ഇത് ഞങ്ങൾ പഴയ കസാലകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഒരു ആൾ വിൽക്കാൻ വേണ്ടി പിന്നെ എടുത്ത് വെച്ച് പോയതാണ്. പിന്നെ ഇത് ഉമ്മച്ച മുറ്റത്ത് ഉണ്ടാക്കിയ അടുപ്പാണ് കേട്ടോ. കണ്ടില്ലേ? ഉമ്മച്ചിൻ്റെ അടുപ്പാത്. പിന്നെ ഇത് പറഞ്ഞ പാത്രമൊക്കെ കഴുകി ഉമ്മച്ചി കവുത്തി വെക്കണം കേട്ടോ. പിന്നെ ഇവിടേക്ക് ഇതൊക്കെ എന്താ ഉമ്മച്ചിൻ്റെ ചകിരിപ്പൊടി അങ്ങനത്തെ. പിന്നെ മഞ്ഞൾ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ഇത് ഒരു റൂമാണ് കേട്ടോ. റൂമ് കാണിച്ചത്. പിന്നെ ഇത് അയല, ഇത് തോരനിട്ടതാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളെ കിണറാണ്. ഞങ്ങളെ കിണറിൽ മോട്ടർ കേടന്ന്. അപ്പം ഇന്ന് മോട്ടർ നന്നാക്കിയാൽ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ അതാ കിണറിൽ വെള്ളം അത്യാവശ്യമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഉമ്മച്ചി കെട്ടിവെച്ച എന്താ പറയുക, ചൂല്. ഉമ്മച്ചി കെട്ടിവെച്ച ചൂലാട്ടോ. ഉമ്മച്ചിക്കല്ലേ ഇങ്ങനത്തെ പണിയൊക്കെ നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ ഷൂവൊക്കെ അതാ കഴുകിച്ചതാട്ടോ. ഞായറാഴ്ച എൻ്റെ പണി അതൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ ടാങ്ക് ഇവിടെയാണ് വരുന്നത് കേട്ടോ. അതിനൊരു പൊട്ട് വന്നിട്ടുണ്ട്, അതിന് അത് അടിച്ചതാണ്. പിന്നെ മുറ്റത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിറകേനി ഫുള്ളായിട്ട്. അപ്പോൾ വിറകൊക്കെ കഴിഞ്ഞതാട്ടോ. ഇനി നമ്മൾ നേരെ ഇങ്ങനെ ചെല്ലണത് ഇങ്ങനെ ഒരു ഓപ്പണായ സ്ഥലത്തേക്കാണ്. ഓപ്പണായ സ്ഥലത്തുനിന്ന് ഇങ്ങനെയാണ് അടുക്കള. ഇതടുക്കള. ഇവിടെ ഓപ്പണ്. നേരെ ഇങ്ങനെ റൂമിലേക്ക് ചെല്ലും. ഇവിടെ അടുക്കളയാണ് കേട്ടോ. ഇവിടെ ആദ്യം അടുക്കളയാണ്. ഇത് പിന്നെ എന്താട്ടി, ഞങ്ങൾക്ക് റൂം കുറവായതുകൊണ്ട് പിന്നെ ഇവിടെ ഇതൊരു റൂമാണ്. പിന്നെ ആ റൂം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ പറഞ്ഞുതരാം ആദ്യം.
പിന്നെ ഇത് ബാത്റൂമാട്ടോ. ഞങ്ങൾ പിന്നെ ഉള്ളിൽ റൂമിൽ വാതിൽ വെച്ച് തരുന്നില്ല ബാത്റൂമിന്. ഇവിടെ ആദ്യം അടുക്കളേനി, പക്ഷെ ഇവിടെ പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇങ്ങനെ സ്ഥലമാക്കിയിട്ടോ. പിന്നെ ഇവിടെ ടേബിൾ വെച്ച്, ടേബിൾ മിക്സിൻ്റെ ഒക്കെ അരക്കാനൊക്കെ പാകാക്കിയിട്ടുണ്ട് ഇങ്ങനെ വെച്ച്. പിന്നെ ഈ ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിലൊന്നുമില്ല കേട്ടോ. അത് ഞങ്ങൾ അടുക്കളത്തെ ഫ്രിഡ്ജാണ് നല്ലത്. ഇത് ചെറിയൊരു കേടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഇവിടെ. പിന്നെ ഇവിടെ ഇതേനി അടുക്കളൻ്റെ അടുപ്പില്ല ഭാഗം ഈ റൂമിൽ. അപ്പം ഞങ്ങൾ ആദ്യത്തെ അടുക്കള ഉണ്ടല്ലോ അത് റൂമാക്കിയായിരുന്നു. ആ റൂമാണ് ഇത് അടുപ്പില്ല ഭാഗം കേട്ടോ. ഇവിടെ ഞങ്ങളൊരു ബെഡും കട്ടിലൊക്കെ ഇട്ട് ഇവിടെ ഞാൻ എൻ്റെ റൂമാക്കിയിരുന്നു കേട്ടോ. പിന്നെ അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെയാണ്. അപ്പം ഡ്രസ്സും കാര്യമൊക്കെ ഇവിടെ, എൻ്റെ ഡ്രസ്സും കാര്യമൊക്കെ ഇവിടെ വെക്കും. പിന്നെ ഇവിടെ ചെറിയൊരു അൾമറ ഉണ്ട്, അതിലാണ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെ ഒരു മേശുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുസേഫും ഏടുകളും പിന്നെ എൻ്റെ എണ്ണകൾ ഇതൊക്കെയാണ് കേട്ടോ. എണ്ണ തലയിൽ തേക്കുന്ന എണ്ണ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഫോട്ടോ ആണിത്. പിന്നെ അത് ഞാൻ ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചതാണ്. പിന്നെ മറ്റേതൊക്കെ നമ്മൾ മെൻസസ് പ്ലസ് അങ്ങനത്തെ ഓരോന്നൊക്കെ ഞാൻ വാങ്ങണതാണ്. പിന്നെ നമ്മളെ ഓർഗാനിക്കിൻ്റെ ആപ്പിൾ സിഡർ വിനെഗർ അതൊക്കെ ഞാൻ ഓരോന്ന് വാങ്ങണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ നേരെ കയറുന്ന റൂം ഇതാണ് കേട്ടോ. പിന്നെ അവിടെ നേരെ നമ്മൾ കയറുന്നത് ഈ ഇടനായിക കേട്ടോ. ഇതൊരു ഇടനായിക മാതിരി കേട്ടോ. വീതിയില്ലാതെ, ഓവർ വീതിയില്ലാത്ത രണ്ടാൾക്കൊക്കെ മൂന്നാൾക്കൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയൊരു ഇടനായിക. അന്നൊക്കെ അങ്ങനെ തന്നെയല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടുന്ന് നേരെ നമ്മൾ കയറുന്നത് ഈ ഒരു റൂമിലേക്കാട്ടോ. പിന്നെ ഇവിടേക്ക് കയറും. ഇത് ഒരു ബെഡ്റൂമാണ്. ഇത് തള്ളപ്പേരൻ്റെ ഉള്ളിൽ, തള്ളപ്പേര എന്നറിയാം, പണ്ടത്തെ വീടിനൊക്കെ തള്ളപ്പേര ഉണ്ടല്ലോ, ആ തള്ളപ്പേരൻ്റെ ഒരു ബെഡ്റൂം ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം കാണല്ലേ. അത് പിന്നെ എൻ്റെ ഉമ്മച്ചീൻ്റെ പിന്നെ ഏടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉമ്മച്ചി എടുത്ത് വെക്കണം കേട്ടോ. ഇതാണ് ഒന്ന്. ഇനി നേരെ പോണത് എങ്ങോട്ടാണ് പറഞ്ഞാൽ എൻ്റെ ഇപ്പാൻ്റെ റൂമൊക്കെ കേട്ടോ. ഇനി അവിടെ നേരെ ഇങ്ങനെ പോണത് ഇപ്പുറത്തേക്ക് ഇപ്പാൻ്റെ റൂമൊക്കെ. പിന്നെ ഇത് ഞങ്ങളെ ഇപ്പാൻ്റെ റൂമാണ് കേട്ടോ. കാരണം ഇവിടെ ഇപ്പ കിടന്നിരുന്നത് ഇപ്പാൻ്റെ റൂമാണിത്. പിന്നെ ഇത് എൻ്റെ ഇപ്പാൻ്റെ സാധനം കേട്ടോ. ഇപ്പാക്ക് പഴയ സാധനങ്ങൾ എടുക്കണ പണിയേനി. അപ്പോൾ ഇപ്പാൻ്റെ ഓരോ സാധനങ്ങൾ വെക്കണത് അതിലേനി കേട്ടോ. സ്ക്രൂ, അതുപോലെ പിന്നെ എന്തൊക്കെയാണ് പറയൽ, ഈ ആമറോ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാം. വെട്ടണല്ല ഇങ്ങനത്തെ സാധനങ്ങൾ. ഇതൊക്കെ എൻ്റെ ഇപ്പാൻ്റെ ഉപകരണങ്ങളാട്ടോ. അപ്പോൾ അതൊക്കെ അതിലാണ് ഇപ്പം വെക്കൽ. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ കിടന്നിന് ഇപ്പം പോയിട്ട് 2.5 വർഷമായി. അതാണ് അപ്പോൾ ഇപ്പാൻ്റെ റൂം. ഇപ്പാൻ്റെ ഫാനാണത്. ഇപ്പോഴും ഞങ്ങൾ ഇപ്പാൻ്റെ റൂമെന്ന് തന്നെ പറയുള്ളൂ, വേറൊരു റൂമെന്നൊന്നും പറയില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ എന്തുണ്ടെങ്കിലും പറയും ഇപ്പാൻ്റെ റൂമുണ്ടാവും, അങ്ങനെ നമ്മൾ പറയുള്ളൂ. ഇതിന് എൻ്റെ ഇപ്പാൻ്റെ റൂം. ഇത് പിന്നെ ഇങ്ങനെ നേരെ ചെല്ലുന്നത് നമ്മളൊക്കെ തായരാന്നറിയും. ഞങ്ങൾ പറയും സിറ്റ് ഔട്ട് തായരാന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നാൽ ഇരിക്കുന്ന സ്ഥലം ഇവിടെയാണ് ഞാൻ എൻ്റെ മെഷീൻ ഇട്ടത്. എന്തിനാ ഇപ്പം അടിക്കാൻ വേണ്ടിയിട്ട് മെഷീൻ ഇട്ടതാട്ടോ. ഞായറാഴ്ച എനിക്ക് അടിക്കാനുണ്ടാകുമ്പോൾ മെഷീൻ കെട്ടി വലിച്ചു കൊണ്ടുവന്ന് ഇടും. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചെന്നില്ലേ ബാത്റൂമിൻ്റെ വാതിൽ ഇത്, അവിടെയാണ് ഞാൻ എൻ്റെ മെഷീൻ ഇടൽ. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ ആര് വന്നാലും ഇരിക്കൽ. ഇവിടെയാണ് ഇരിക്കുന്ന സ്ഥലമാണിത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ് ഇനിയൊരു റൂമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ റൂമാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് എന്താ അറിയാതെന്നറിയാം റൂം. ഇത് പിന്നെ ഞങ്ങളെ പിന്നെ ഒരു സിറ്റ് ഔട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള റൂമാണ് കേട്ടോ. ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ കയറി വരുന്ന സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ റൂമുണ്ട്. അതാണിത്, കണ്ടില്ലേ. പിന്നെ ഇവിടെ ഒരു അലമാറുണ്ട് കേട്ടോ. ഇങ്ങനൊരു അലമാറുണ്ട്. ഇങ്ങനൊരു അലമാറുണ്ട്. പിന്നെ ഇതാണ് ആങ്ങളുടെ റൂമാണ് ഇട്ടത്, കണ്ടല്ലേ. ഇവിടെയാണ് കേട്ടോ ഞാൻ മെഷീൻ വെക്കണ സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിസ്കരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിതെടുത്ത്. ഇത് പിന്നെ വിറക് ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ്, ഓളെയൊന്നും ഞാൻ കാട്ടണില്ല, ഓളിപ്പം പ്രസവത്തിന് വീട്ടിലേക്ക് വന്നാണ്. പിന്നെ ഞങ്ങൾ മുറ്റം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ മുറ്റം. ഇത് ഞങ്ങളെ പൈപ്പ് വെള്ളം കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ ഞങ്ങളെ മുറ്റം. പിന്നെ മുറ്റം തോനുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 16 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങളെ വീടും സ്ഥലവും ഒക്കെ അവിടെ കൂടിയിട്ടുള്ളൂ. ഇതാണ് ഞങ്ങളെ മുറ്റം. ഇങ്ങനെ പോകും.
പിന്നെ ഇത് ഞങ്ങളെ സ്ഥലമാണ് കേട്ടോ. അടിക്ക് കാണുന്ന ഞങ്ങൾക്ക് തോന സ്ഥലമൊന്നുമില്ല, 16 സെൻറ്റ് സ്ഥലമുള്ളൂ. ഈ കാണുന്ന അടി കാണുന്ന ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നീല ഉണ്ടല്ലോ, അത് വിറകാണ്, വിറകട്ടിട്ടാണ്. ഇത് ചകിരി. പിന്നെ ഇതാണ് മുറ്റം, ഇങ്ങനെ കാണുന്നതാണ് ഞങ്ങളെ മുറ്റം. ഞങ്ങളെ വീട് ഇനി നന്നാക്കണം. പിന്നെ ഇത് ഏതാണെന്നെ ബിരിയാണി കൈതയാണ് ഇട്ടത്. ഇത് ഞങ്ങൾ പറിച്ചിട്ടതാണ്. ഇത് നമുക്ക് നെയ്ച്ചോറ്റേക്കും ബിരിയാണിക്കും ബീഫ് വരട്ടിയേക്കും അതുപോലെ ചിക്കൻ കറിക്കൊക്കെ ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാട്ടോ. പിന്നെ ഇതിൻ്റെ ചായ മനസ കണ്ടില്ലേ, ചായ മനസ ചീര ഞാൻ ഉണ്ടാക്കിയത്. ഇനി എൻ്റെ കറ്റാർവാഴ അവിടെ ഇങ്ങനെ അതാ നോക്കിക്കണ്. അതൊക്കെ ഞങ്ങളപ്പം ഉണ്ടാക്കിയ തെങ്ങുകളൊക്കെയാണ്. പിന്നെ ഇത് ഞങ്ങളെ കിണർ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഹോം ടൂറിൻ്റെ വിശേഷങ്ങൾ. ഇങ്ങനെ കാണുന്ന ഈ ഒരു സ്ഥലം മാത്രം ഇങ്ങനെ വരും കേട്ടോ മുറ്റം.